വയനാട് കണക്ക് പ്രതീക്ഷിച്ചതോ പെരുപ്പിച്ചതോ? നമസ്കാരം, മറുപുറത്തിന്റെ മറ്റൊധ്യായത്തിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ കോടതിയിൽ സമർപ്പിച്ച കണക്കുകളെ ചൊല്ലിയുള്ള വിവാദ പശ്ചാത്തലത്തിൽ ചെലവുകൾ പുറത്തുവിടാൻ സർക്കാരിനുമേൽ സമ്മർദ്ദമേറുന്നു. പ്രാഥമിക കണക്കുകളുടെയും തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള ചെലവുകൾ സംബന്ധിച്ച പ്രതീക്ഷിത കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് പുറത്തുവന്നതെന്നാണ് സർക്കാർ വാദം. പ്രതീക്ഷിക്കുന്നതും തുടർ ചെലവുകളും ഉൾപ്പെടുമെന്നതിനാൽ ഫലത്തിൽ യഥാർത്ഥ ചെലവല്ല മെമ്മോറാണ്ടത്തിലേതെന്നാണ് വിശദീകരണം. പ്രതിപക്ഷം കണക്കുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് രക്ഷാദൌത്യത്തിനും താൽക്കാലിക പുനരധിവാസത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമെല്ലാം സർക്കാർ ഇതിനകം ചെലവഴിച്ച തുക പുറത്തുവിടണമെന്ന ആവശ്യമുയരുന്നത്. വയനാട് പുനരധിവാസം അവതാളത്തിലാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ച തുക മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ലെന്നും കണക്കുകൾ പെരുപ്പിച്ചു കാട്ടി കേന്ദ്രത്തെ കബളിപ്പിക്കാനുള്ള നീക്കമാണെന്നും മുഖ്യമന്ത്രി പറയുന്നത് വിശ്വസിക്കാനാകില്ലെന്നും തുകയിൽ നേരത്തെ കൃത്രിമം നടന്നിട്ടുണ്ടെന്നും സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സർക്കാർ വ്യക്തമാക്കേണ്ട പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. കാരണം ഈ സംശയങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ബലപ്പെടുന്നത് നിങ്ങൾ ഇതിനു മുമ്പും അത്തരം കൃത്രിമങ്ങൾ കാണിച്ചതുകൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അടക്കം വകമാറ്റി ചെലവഴിച്ചതിൻ്റെ പേരിലാണ് ലോകായുക്തയിൽ നിങ്ങൾക്കെതിരെ കേസ് വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ലോകായുക്തയുടെ കഴുത്ത് ഞെരിച്ച് കൊന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ചരിത്രമുണ്ട്. ദുരന്ത നിവാരണത്തിനുള്ള പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും വകമാറ്റിയും ദൂർത്തടിച്ച ചരിത്രവും കേരള സർക്കാരിനുണ്ട്, പ്രത്യേകിച്ച് പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് സംശയം കൂടുകയാണ്. മുഖ്യമന്ത്രി പറയുന്നതിന് ആളുകൾ വിശ്വസിക്കുന്നില്ല. അതേസമയം രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മുഖ്യമന്ത്രിക്കെതിരെയും പുറത്തുവന്ന കണക്കുകൾക്കെതിരെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ. കുറേ ആളെൻ്റെ കുറേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും എന്നെ കുറേ ആൾ കോണ്ടാക്ട് ചെയ്തു. ഫേസ്ബുക്ക് വഴി എനിക്ക് കുറേ മെസ്സേജുകൾ വന്നു. ഡോക്ടേഴ്സും കാര്യങ്ങളിലൊന്നും നല്ല രീതിയിലാണ് പെരുമാറ്റം കാര്യങ്ങളെല്ലാം. നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫായാലും എല്ലാവരും നല്ല രീതിയിൽ കമ്പനിയായി ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് പെരുമാറ്റം കാര്യങ്ങളെല്ലാം. അപ്പം തന്നെ നമുക്കൊരു സന്തോഷം തരുന്നുണ്ട്. ഇനി മുടി കൊഴിച്ചുള്ളവർക്ക് ഞാൻ NHP ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം എൻ്റെ റിസൾട്ട് എനിക്ക് ഹാപ്പിയാണ്.